ഇന്ന് നമുക്ക് ജീവ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന തലൈവർ തമ്പി തലൈമയിൽ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ കഥ നടക്കുന്ന ഗ്രാമത്തിലെ ഓരോരുത്തരെയുമായി പരിചയപ്പെടുത്തുന്നു. കഥാനായകനായ ജീവ. ജീവ പഞ്ചായത്ത് പ്രസിഡന്റാണ്. പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ ജീവ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഗ്രാമത്തിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഗ്രാമവാസികൾക്ക് എന്താവശ്യമെന്ന് പറഞ്ഞാലും ജീവ ഓടിയെത്തും. അതുകൊണ്ട് തന്നെ ഗ്രാമവാസികൾക്കൊക്കെ ജീവയോട് നല്ല കാര്യമാ. എല്ലാവർക്കും നല്ല ബഹുമാനവുമാണ്. ഇലക്ഷനൊക്കെ ആകാറായതുകൊണ്ട് തന്നെ വോട്ടിന് പ്രാധാന്യം നൽകുന്ന ജീവ ഗ്രാമവാസികൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കുന്നു. ജീവയുടെ എതിർ പാർട്ടി നേതാവാണ് മൂർത്തി. ജീവയ്ക്ക് കിട്ടുന്ന അത്രയും റെസ്പെക്റ്റോ ഒന്നും തന്നെ മൂർത്തിക്ക് കിട്ടാറില്ല. ആരും തന്നെ മൂർത്തി എന്നൊരാളിനെ അങ്ങനെ കണക്കാക്കുന്നത് പോലുമില്ല. ജീവയ്ക്കാണ് ആ നാട്ടിൽ പ്രാധാന്യം. എങ്ങനെയെങ്കിലും ജീവയ്ക്കിട്ട് പണി കൊടുത്തിട്ട് ജീവയുടെ ആ ഒരു സ്ഥാനം തട്ടിയെടുക്കണമെന്നാണ് മൂർത്തി കരുതുന്നതും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അവസരം കിട്ടുമോ എന്ന് മൂർത്തിയും കാത്തിരിക്കുന്നു. പഴയ രീതിയിൽ ചിന്തിക്കുന്ന വീടുമായിട്ട് അത്രയ്ക്കും ഇമോഷണൽ കണക്ഷനുള്ള ഇളവരസൻ എന്നൊരാളുണ്ട്. ഇളവരസന് തൻ്റെ വീട്ടിൽ എന്ത് നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും, അതായത് കാതുകുത്ത്, ബർത്ത്ഡേ ഫംഗ്ഷൻ, വിവാഹ നിശ്ചയം, വിവാഹം എന്നിങ്ങനെ എന്ത് സംഭവിച്ചാലും തൻ്റെ വീട്ടിൽ തന്നെ അത് വെച്ച് നടത്തണമെന്നാണ് ഇളവരസന്റെ ആഗ്രഹം. അല്ലാതെ ഓഡിറ്റോറിയം എടുക്കുന്നതിനോടൊന്നും ഇളവരസൻ ഒട്ടും താല്പര്യമേയില്ല. ഇളവരസന്റെ മകളായ സൗമ്യയുടെ വിവാഹം ഇപ്പോൾ നടക്കുവാനായി പോവുകയാണ്. വിവാഹം നടക്കുന്നത് ഇളവരസന്റെ വീട്ടിൽ തന്നെയാണ്. അങ്ങനെ ഒരു നിർബന്ധമുള്ള ആളാണ് ഈ ഇളവരസൻ. എന്നാൽ ഇളവരസന്റെ അയൽവാസിയാണ് മണി. ഇവർ രണ്ടുപേരും തമ്മിൽ ആദ്യം നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എന്നാൽ എന്തോ ചില പ്രശ്നങ്ങൾ കൊണ്ട് രണ്ടുപേരും പിണങ്ങി. ആ പ്രശ്നം എന്തെന്ന് വഴിയെ മനസ്സിലാക്കാം. രണ്ടാളും പിണങ്ങിയതോടുകൂടി ഇളവരസനിട്ട് എന്തെങ്കിലും പണി കൊടുക്കണമെന്ന് മണിയും മണിക്കിട്ട് എന്തെങ്കിലും പണി കൊടുക്കണമെന്ന് ഇളവരസനും കണക്കാക്കിയിരിക്കുകയാണ്. ഇളവരസന്റെ വീട്ടിൽ നിന്നും ചെറിയൊരു വെള്ളം മണിയുടെ വീട്ടിലേക്ക് ഒഴുകിപ്പോയാൽ തന്നെ മണിക്കത് പ്രശ്നമാണ്. അങ്ങനെ അവർ രണ്ടുപേരും കീരിയും പാമ്പും പോലെ കഴിഞ്ഞുകൂടിയിരിക്കുന്ന സമയമായിരുന്നു സൗമ്യയുടെ വിവാഹമാണെന്നുള്ളത് മണി അറിഞ്ഞതും. മണിക്കും സൗമ്യയുടെ പ്രായത്തിൽ ഒരു മകളുണ്ടായിരുന്നു. പക്ഷേ മകൾ മരണപ്പെട്ടു പോയി. ഇളവരസനും മണിയും പരസ്പരം മിണ്ടില്ല എങ്കിലും ഇളവരസന്റെ ഭാര്യയും മക്കളും മണിയുടെ ഭാര്യയും മക്കളും പരസ്പരം മിണ്ടും. പക്ഷേ ഈ ഒരു കാര്യമൊന്നും ഇളവരസനും മണിക്കും അറിയത്തില്ല. സൗമ്യയുടെ വിവാഹം ഉറപ്പിച്ചതു മുതൽ മണിക്ക് ആകെ പ്രശ്നം. സുഖമില്ലാതെ കിടക്കുന്ന തന്റെ അച്ഛനോട് ഈ ഒരു കാര്യമൊക്കെ മണി പറയുന്നുണ്ട്. തന്റെ മകളും ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ സൗമ്യയുടെ പ്രായമായേനെ, ഇതുപോലെ അവൾക്കും വിവാഹം നടത്താമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് മണിയും സങ്കടപ്പെടുകയാണ്. സൗമ്യയെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനാണെങ്കിൽ ഒരുപാട് കാത്തിരുന്നാണ് സൗമ്യയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചതും. സൗമ്യയും ആ ഒരു പയ്യനും മാട്രിമോണി വഴിയാണ് പരിചയപ്പെട്ടത്. ആ ഒരു പയ്യനെ ഒരുപാട് പെൺകുട്ടികൾ പല കാരണവും പറഞ്ഞ് റിജക്റ്റ് ചെയ്തതാണ്. അവസാനം എങ്ങനെയൊക്കെയാണ് സൗമ്യ അവന് കിട്ടിയത്. പക്ഷേ സൗമ്യ അവന് ഒരു കുറ്റവും പറഞ്ഞില്ല, കുറവും പറഞ്ഞില്ല. അവനെ അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ സൗമ്യ അവനെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു. എല്ലാ പെൺകുട്ടികളും തന്നെ റിജക്റ്റ് ചെയ്തിട്ടും ഒരു പെൺകുട്ടി മാത്രമാണ് തന്നെ അക്സെപ്റ്റ് ചെയ്തത്. അങ്ങനെയുള്ള ആ പെൺകുട്ടിയെ നന്നായിട്ട് നോക്കണമെന്നും ആ പയ്യൻ തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളോട് നല്ല സ്നേഹത്തിലാണ് സംസാരിക്കുന്നതും. അടുത്ത ദിവസം കല്യാണമായതുകൊണ്ട് തന്നെ പയ്യന്റെ വീട്ടുകാരാണെങ്കിൽ പെണ്ണിന്റെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. വരുന്ന വഴിയിൽ വെച്ച് ഓരോ മണിക്കൂർ കൂടുമ്പോഴും പയ്യൻ എപ്പോഴും സൗമ്യയെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ അത്രയ്ക്കും ഇഷ്ടമാണ് സൗമ്യയെ. എന്നാൽ മറ്റൊരു വശത്ത് സൗമ്യയുടെ വീട്ടിൽ കല്യാണ ഒരുക്കങ്ങളൊക്കെ നല്ല രീതിക്ക് നടക്കുന്നു. പാട്ടും ബഹളവും ഒക്കെയായി എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുകയാണ്. മാത്രമല്ല ആ വീട്ടിലെ എല്ലാ കാര്യത്തിനും ജീവയും കൂടെയുണ്ട്. ജീവ തന്റെ സ്വന്തം സഹോദരിയെ പോലെയാണ് സൗമ്യയെ കാണുന്നത്. ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് നിനക്ക് തരാനുള്ളത് ഇതാണെന്ന് പറഞ്ഞ് ഒരു സ്വർണ്ണ മോതിരവും സൗമ്യയ്ക്ക് കൊടുക്കുന്നു. സൗമ്യയ്ക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ കല്യാണ ഒരുക്കങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്ന സമയത്തായിരുന്നു ഞെട്ടിക്കുന്ന ഒരു വാർത്ത ജീവ അറിഞ്ഞതും. ജീവ ഉടനെ തന്നെ ഇളവരസനടുത്തെത്തി അടുത്ത വീട്ടിലെ മണിയുടെ അച്ഛൻ മരണപ്പെട്ടു പോയി, നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഇത് അറിഞ്ഞിട്ടുള്ളതെന്നും ഇളവരസനോട് ജീവ പറയുന്നു. അത് കേട്ട് ഇളവരസൻ പറയുന്നതോ, ഇത് മനഃപൂർവ്വം അവൻ കരുതിക്കൂട്ടി ചെയ്തതാ. അവനവന്റെ അച്ഛനെ മിക്കവാറും എന്റെ മകളുടെ വിവാഹം മുടക്കുവാൻ വേണ്ടിയിട്ട് കൊന്നതായിരിക്കും എന്നും ഇളവരസൻ പറയുന്നു. ഇനി എന്ത് ചെയ്യുമെന്നവർ ചിന്തിച്ചിരിക്കുകയാണ്. എന്നാൽ ജീവയാണെങ്കിൽ മണിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ഓടിയെടുക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കും. പക്ഷേ മണിക്കാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ എടുത്താൽ മതി. അതും സൗമ്യയുടെ വിവാഹം നടക്കുന്നത് 10 മണിക്കാണ്. 10 മണിക്ക് തന്നെ ഇവിടെ നിന്ന് ബോഡി എടുക്കണമെന്നും അതും തന്റെ അച്ഛനെ രാജകീയമായിട്ടുള്ള രീതിയിൽ വേണം കൊണ്ടുപോകാനെന്നും ഒക്കെ പറയുന്നു. മണിയുടെ അച്ഛനാണെങ്കിൽ അമ്പലത്തിലെ വെളിച്ചപ്പാടിനെ പോലെ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വേണം തന്റെ അച്ഛന്റെ മരണാനന്തര ചടങ്ങ് നടത്തേണ്ടതെന്നും മണി പറയുന്നു. പക്ഷേ ജീവ പലതവണയായിട്ട് നമുക്ക് 10 മണിക്ക് ശേഷം എടുത്താലോ അല്ലെങ്കിൽ വൈകുന്നേരം ബോഡി എടുത്താലോ എന്ന രീതിയിലൊക്കെ സംസാരിക്കുമെങ്കിലും മണി സമ്മതിക്കുന്നില്ല.
സമ്മതിക്കുന്നതേയില്ല. മണിക്കാണെങ്കിൽ വാശിയാണ്. എന്നാൽ ഈ വിവരം എതിർ പാർട്ടിയിലുള്ള നേതാവായിട്ടുള്ള മൂർത്തി അറിയിക്കുകയാണ്. ജീവ സൗമ്യയുടെ കല്യാണം കറക്റ്റ് 10 മണിക്ക് ഒരു തടസ്സവും കൂടാതെ നടത്തുവാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുമ്പോൾ മൂർത്തി ഈ കാര്യമെല്ലാം അറിഞ്ഞുകൊണ്ട് വന്നിട്ട് മണിയുടെ അച്ഛന്റെ ഡെഡ് ബോഡി കറക്റ്റ് 10 മണിക്ക് എടുക്കണമെന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നതും. കാര്യം ജീവയ്ക്കിട്ടൊരു പണി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ മൂർത്തിയും കാത്തിരിക്കുന്നത്. അങ്ങനെ മൂർത്തിയാണെങ്കിൽ മണിയുടെ വീട്ടിലേക്ക് എത്തിയിട്ട് അവിടെ മരണാനന്തര ചടങ്ങ് നടത്തുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടത്തുന്നു. മാത്രവുമല്ല, ആരും തന്നെ ഈ ഒരു മരണവാർത്ത അറിയാത്തത് കൊണ്ട് തന്നെ കുറച്ച് വയസ്സായ സ്ത്രീകളെയൊക്കെ കൊണ്ടുവന്ന് ഉച്ചത്തിൽ കരയുവാനായും പറയും. ഇതെല്ലാം മൂർത്തി ഒരു സൈഡിൽ ചെയ്തുകൊണ്ടിരിക്കവേ മറ്റൊരു വശത്ത് മണിയുടെ വീട്ടിൽ മരണം നടന്ന കാര്യം സൗമ്യയും കൂട്ടരും ഒക്കെ അറിയുന്നു. എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. സൗമ്യയുടെ വീട്ടിലെ ഫംഗ്ഷന് പങ്കെടുക്കുവാനായി എത്തിയവരും മരണവാർത്ത എറിഞ്ഞ് മണിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അതേസമയം തന്നെ മൂർത്തി ഒരു കാര്യം ചെയ്യുന്നുണ്ട്. സൗമ്യയുടെ വിവാഹത്തിന്റെ വലിയൊരു ഫ്ലക്സ് അടിച്ചു വെച്ചിരുന്നു. അതിന് തൊട്ടടുത്തായിട്ട് മണിയുടെ അച്ഛന്റെ ആദരാഞ്ജലിയുടെ വലിയ ഫ്ലക്സും അടിച്ചു വെക്കുന്നു. ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാ. മാത്രമല്ല, ആ ഗ്രാമത്തില് 4 പേരുണ്ട്. എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അത് വലുതാക്കണമെന്ന് കരുതി ജീവിക്കുന്ന 4 പേരാണ് അവർ. അവരും ഈ ഒരു പ്രശ്നം അറിഞ്ഞ് അതെങ്ങനെയെങ്കിലും വലുതാക്കണമെന്നും അവർ തീരുമാനിച്ചെത്തുന്നുണ്ട്. ഒരു വശത്ത് മൂർത്തിയും ഗ്യാങ്ങും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഇത് വലിയ പ്രശ്നമാക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ, ജീവ എങ്ങനെയെങ്കിലും നല്ല രീതിക്ക് സൗമ്യയുടെ വിവാഹവും നടത്തണം, മരണാനന്തര ചടങ്ങ് നടത്തണമെന്നും തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇളവരസനോട് ജീവ വന്ന് സംസാരിക്കുന്നുണ്ട്. നമുക്ക് സൗമ്യയുടെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയാലോ? പക്ഷേ ഇളവരസൻ അതിന് സമ്മതിക്കുന്നതേയില്ല. വളരെ ഇമോഷണലായിട്ടാണ് ജീവയോട് സംസാരിക്കുന്നത്. എന്നിട്ട് ജീവയോട് തൊഴുതു പറയുന്നു. എങ്ങനെയെങ്കിലും എന്റെ മകളുടെ വിവാഹം ഈ വീട്ടിൽ വെച്ച് തന്നെ നടത്തണമെന്നും ഇളവരസൻ പറയുന്നു. സത്യത്തിൽ സൗമ്യയ്ക്ക് ഒരുപാട് വിവാഹാലോചനകൾ വന്നതാണ്. പക്ഷേ ആരും തന്നെ വീട്ടിൽ വെച്ച് വിവാഹം നടത്തുവാനായിട്ട് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് വന്നവരെ എല്ലാവരെയും റിജക്ട് ചെയ്ത് കളഞ്ഞത്. അവസാനം ഒരു പയ്യൻ മാത്രം എന്തിനും ഓക്കെയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ദേ ഇപ്പോൾ ഈ വിവാഹം നടക്കുവാനായി പോകുന്നതും. ഇളവരസൻ കൈയെടുത്ത് തൊഴുതു സംസാരിക്കുന്നത് കൊണ്ട് ജീവയ്ക്ക് വല്ലാതെ പാവം തോന്നുന്നു. അതുകൊണ്ട് ജീവ എങ്ങനെയെങ്കിലും സൗമ്യയുടെ വിവാഹം നടത്തണമെന്നും തീരുമാനിക്കുകയായിരുന്നു. അതേസമയം തന്നെയായിരുന്നു പയ്യന്റെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടുകാർ എടുത്തു കൊടുത്ത ഹോട്ടൽ മുറിയിലേക്ക് എത്തുന്നത്. അവർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കാമെന്നാണ് ഇളവരസനും കൂട്ടരും പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത് കൊണ്ട് തന്നെ ആരും പയ്യന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഫുഡ് എത്തിച്ചു കൊടുത്തതേയില്ല. ഈ ഒരു വിവരം പയ്യനാണെങ്കിൽ സൗമ്യയെ വിളിച്ചറിയിക്കുന്നുണ്ട്. അപ്പോഴാണ് എല്ലാവരും പയ്യന്റെ വീട്ടുകാർക്ക് ഫുഡ് എത്തിച്ചു കൊടുത്തില്ല എന്ന കാര്യം അറിയുന്നതും. ഒരു വശത്ത് പയ്യന്റെ വീട്ടിലേക്ക് ആഹാരം കൊണ്ടുപോകുന്നു, കല്യാണത്തിന്റെ ഒരുക്കങ്ങളും നടത്തുന്നു. മറ്റൊരു വശത്ത് മണി തന്റെ അച്ഛന്റെ മരണാനന്തര ചടങ്ങ് 10 മണിക്ക് നടത്തുമെന്ന വാശിയിലും. ഇതെല്ലാം കണ്ട് വട്ടുപിടിച്ച ജീവയാണെങ്കിൽ ഇളവരസന്റെ ഭാര്യയും മകനെയും മണിയുടെ ഭാര്യയും മകനെയും ഒക്കെ വിളിച്ചു ചേർക്കുന്നു. ഇളവരസനും മണിയും മാത്രമാണ് ശത്രുക്കൾ. പക്ഷേ ഇവരുടെ വീട്ടിലുള്ളവരെല്ലാം പരസ്പരം അവർ രണ്ടുപേരും അറിയാതെ മിണ്ടുന്നൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ജീവ 2 ഭാര്യമാരോടും മക്കളോടും ഒക്കെ സംസാരിക്കും. ഈ ഒരു വിവാഹം നല്ല രീതിക്ക് നടത്തണം, അതുപോലെ തന്നെ മരണാനന്തര ചടങ്ങ് നടത്തണം, നിങ്ങൾ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കുമെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അതോടുകൂടി ഇളവരസന്റെ ഭാര്യയാണെങ്കിലോ മണിയുടെ ഭാര്യ നോക്കി തന്റെ മകളുടെ വിവാഹം നല്ല രീതിക്ക് നടത്താനായിട്ട് സഹായിക്കണമെന്ന് തൊഴുതു പറയുന്നു. അത് കേട്ട് മണിയുടെ ഭാര്യയ്ക്കും സഹതാപമൊക്കെ തോന്നുകയാണ്. ഞാൻ എന്റെ ഭർത്താവിനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് മണിയുടെ ഭാര്യ പറയും. അങ്ങനെ അവർ മണിയോട് സംസാരിക്കുകയാണ്. ജീവയും സംസാരിക്കുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും മണിയാണെങ്കിലോ തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നതേയില്ല. എന്ത് സംഭവിച്ചാലും 10 മണിക്ക് ബോഡി എടുക്കൂ എന്ന് തന്നെ മണി പറയുന്നു. ദേഷ്യമെന്ന് ജീവ പറയുന്നത്, നിങ്ങളുടെ 2 പേരുടെയും വാശി കാരണം പാവം ആ സൗമ്യയുടെ ജീവിതം നിങ്ങൾ തകർക്കരുത്. നാളെ ആ പെൺകുട്ടി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ ജീവ പറയുമ്പോൾ അത് കേട്ട് മണിയൊന്ന് ചിന്തിക്കുന്നു. മണി പറയും, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ തന്റെ അച്ഛന്റെ ബോഡി എടുക്കണമെന്നും മണി ആവശ്യപ്പെടുന്നു. അതിന് ജീവ സമ്മതിക്കും. അങ്ങനെ ജീവയ്ക്കും സമാധാനമാകുന്നു. മണിയുടെ ആ ഒരു തീരുമാനം ഇളവരസനെയും അറിയിക്കുകയാണ്. പഴയതുപോലെ വീണ്ടും കല്യാണൊരുക്കങ്ങളൊക്കെ ആരംഭിച്ചു. എന്നാൽ മണിയുടെ പെരുമാറ്റത്തിൽ പെട്ടെന്നൊരു മാറ്റം വരുന്നു. അച്ഛന്റെ ഡെഡ് ബോഡിക്ക് മുന്നിൽ പോയിരുന്ന് കരയുകയും അച്ഛന്റെ കാലിൽ വീണ് കരയുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ മണിയുടെ സ്വഭാവം മാറി. മണി അവിടെയുണ്ടായിരുന്ന മാലയെടുത്ത് കഴുത്തിലിടുകയും ഭസ്മമൊക്കെ പൂശി ദൈവം കൂടിയതുപോലെ വാളെടുത്ത് തുള്ളുവാനായും തുടങ്ങി. അച്ഛന്റെ ആത്മാവ് മണിയുടെ ദേഹത്തേക്ക് പ്രവേശിച്ചതാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് തോന്നുന്നത് പോലെ സമയം മാറ്റുകയാണോ? എന്റെ ഡെഡ് ബോഡി 10 മണിക്ക് എടുക്കാവൂ എന്ന് പറഞ്ഞാണ് മണി അലറി വിളിക്കുന്നതും. മാത്രമല്ല, ഇതെല്ലാം ആ കല്യാണ വീട്ടിൽ നിൽക്കുകയായിരുന്ന എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇളവരസനും അത് കണ്ട് വല്ലാതെ ദേഷ്യം വരുന്നു. സത്യത്തിൽ അത് മണിയുടെ അഭിനയമാണ്. മണിക്ക് താൻ വിചാരിച്ച കാര്യം നടത്തണം, അതിന് ഏത് വഴിയും മണി ചിന്തിക്കും. സത്യത്തിൽ അതൊക്കെ മണിയുടെ അഭിനയമാ. താൻ വിചാരിച്ച കാര്യം നടത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുവാനായിട്ട് മണി തയ്യാറാണ്. കല്യാണ വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് പേടിപ്പിച്ചിരുത്തുക, അത് തന്നെയായിരുന്നു മണിയുടെ ഉദ്ദേശവും.
അത് മണി കൃത്യമായിട്ട് ചെയ്തു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു മണിയുടെ ഒരു സഹോദരൻ അവിടേക്ക് വരുന്നതും. ഒരുപാട് വർഷങ്ങളായിട്ട് ഇവരാരും പരസ്പരം മിണ്ടാറേയില്ല. പണ്ടിവരൊക്കെ ഗുണ്ടകളായിരുന്നു. എന്നാൽ ആ ഗുണ്ടാപ്പണിയൊക്കെ ഉപേക്ഷിച്ച് മണിയുടെ ചേട്ടനാണെങ്കിൽ ഇപ്പോൾ കോറയിലാണ് ജോലി ചെയ്യുന്നതും. എന്നാൽ അച്ഛന്റെ മരണവാർത്ത അറിഞ്ഞാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഈ മരണവാർത്ത അറിയിച്ചത് മറ്റാരുമല്ല, മൂർത്തി തന്നെയാണ്. എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നം വലുതാക്കുക, അത് തന്നെയായിരുന്നു മൂർത്തിയുടെ ഉദ്ദേശവും. അതുപോലെ തന്നെ ചേട്ടനും ചേട്ടന്റെ മകനുമൊക്കെ മരണ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ അത് കാണുന്ന ജീവ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ആരാ? ഇതിനു മുൻപൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന്. അവർ വന്ന ഉടനെ തന്നെ അച്ഛന്റെ മരണാനന്തര ചടങ്ങ് നടത്തുന്നതിനെ കുറിച്ചാണ് ചർച്ചയും. അത് കേട്ട് ദേഷ്യമെന്നാണ് ജീവ അങ്ങനെ ചോദിച്ചത്. എന്നാൽ അവരാണെങ്കിൽ ജീവയെ എതിർക്കുന്നത് മണിയുടെ മകൻ ഇഷ്ടമായതേയില്ല. മണിയുടെ മകനും ജീവയും നല്ല കമ്പനി ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാള് നിങ്ങളെയൊന്നും ഇവിടെ കണ്ടില്ലല്ലോ, ചിറ്റപ്പനെന്നും പറഞ്ഞ് ഇപ്പോഴാണോ ഇങ്ങോട്ട് വരുന്നത്? എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് മണിയുടെ മകൻ വഴക്ക് പറയുന്നു. എന്നാൽ ഇത് കേട്ട് ഓടി വന്ന മണിയാണെങ്കിൽ മകനിട്ടൊരെണ്ണം കൊടുക്കും. ചിറ്റപ്പനോട് ഇങ്ങനെയാണോടാ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാണ് തല്ലുന്നത്. ഇത് കണ്ടുകൊണ്ടു നിന്ന ഇളവരസന്റെ മകനാണെങ്കിൽ ഉടനെ തന്നെ വന്ന് ആ പ്രശ്നത്തിൽ ഇടപെടുന്നു. ഇളവരസന്റെ മകനും മണിയുടെ മകനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് തന്റെ കൂട്ടുകാരനെ അച്ഛൻ തല്ലുന്നത് കണ്ട് അവന് സഹിക്കാത്തത് കൊണ്ടാണ് വന്ന് ചോദിച്ചത്. നീ എന്തിനാ ഇവിടെ വന്നത്? നിന്നോട് ആരാ ഇവിടേക്ക് കയറാൻ പറഞ്ഞതെന്നും മണി ചോദിക്കുന്നു. ആ പയ്യൻ എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയായി. എന്നാൽ അത് ഇളവരസൻ കേട്ടുകൊണ്ടുവരും. മണിയും ഇളവരസനും തമ്മിൽ വലിയ വാക്കേറ്റമാകുന്നു. അവസാനം ഇളവരസൻ ജയിക്കാൻ വേണ്ടിയിട്ട് മണിയുടെ മരണപ്പെട്ടു പോയ മകളെ കുറിച്ചൊക്കെ പറയുന്നു. നിന്റെ മകൾ വാട്ടർ ടാങ്കിൽ ചാടി മരിച്ചതിന് നീ എന്റെ മകളുടെ വിവാഹമൊക്കെ മുടക്കുവാൻ നോക്കുകയാണോ എന്നൊക്കെ പറയും. സത്യത്തിൽ മണിയുടെ മകൾ മരിക്കുവാനായിട്ട് ഒരു കാരണം ഈ ഇളവരസനാണ്. ഇവർ തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം എന്തെന്നാൽ, മണിയുടെ മകൾ മരിക്കുന്നതിന് മുൻപ് മണിയുടെ മകളും മറ്റൊരു പയ്യനും വാട്ടർ ടാങ്കിന്റെ പരിസരത്ത് നിന്ന് സംസാരിക്കുന്നത് ഇളവരസൻ കണ്ടുവെന്ന് മണിയോട് വന്ന് പറഞ്ഞു. സത്യത്തിൽ അങ്ങനെ സംസാരിക്കുന്നത് മറ്റാരും തന്നെ കണ്ടിട്ടുമില്ല, അതിനൊരു തെളിവുമില്ല. ആ പെൺകുട്ടിക്ക് ആരുമായിട്ടെങ്കിലും അഫെയർ ഉണ്ടായിരുന്നോ എന്നതുപോലും ആർക്ക് തന്നെ അറിയാത്ത കാര്യമായിരുന്നു. ഇളവരസൻ സത്യമാണോ പറയുന്നതെന്ന് പോലും ആർക്കും അറിയത്തേയില്ല. എന്നാൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതോടുകൂടി നാട്ടിൽ മുഴുവൻ അത് ഫ്ലാഷായി. എന്നാൽ നാട്ടുകാരാണെങ്കിലോ അവസാനം ആ പെൺകുട്ടി പ്രഗ്നന്റ് ആണെന്ന് വരെ പറഞ്ഞു വരുത്തി. അതിൽ മനംനൊന്താണ് ആ പെൺകുട്ടി വാട്ടർ ടാങ്കിലേക്ക് ചാടി മരിച്ചതും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ആ ഒരു പ്രശ്നത്തോടു കൂടി തന്റെ മകൾ മരണപ്പെടുവാനായിട്ട് ഇളവരസനും ഒരു കാരണമായതുകൊണ്ട് തന്നെ രണ്ടു വീട്ടുകാരും പരസ്പരം പിരിയുകയാണ് ഉണ്ടായതും. എന്നാൽ ഇളവരസൻ ഈ വഴക്കിനിടയിൽ മണിയുടെ മകളെ കുറിച്ച് പറഞ്ഞതൊന്നും കേട്ടുകൊണ്ട് നിന്ന സൗമ്യക്ക് ഇഷ്ടമായില്ല. സൗമ്യ അവിടേക്ക് വന്നിട്ട് മതി, ഒന്ന് നിർത്തുമോ എന്ന് പറഞ്ഞ് സൗമ്യ ബഹളം വെച്ചത് കൊണ്ടാണ് ആ ഒരു വഴക്ക് അവിടെ അവസാനിച്ചതും. കാര്യം സൗമ്യയും ആ പെൺകുട്ടിയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇളവരസൻ മണിയുടെ മകളെക്കുറിച്ച് മോശമായിട്ട് പറയുന്നത് കണ്ട് ദേഷ്യമെന്ന സൗമ്യ അവിടേക്ക് വന്നിട്ട് ഒന്ന് നിർത്തുമോ, ഇനി നിങ്ങൾക്ക് ഞാനും കൂടി മരിക്കുന്നത് കാണണമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം അവിടെ അവസാനിച്ചത്. സത്യത്തിൽ സൗമ്യയും ആ പെൺകുട്ടിയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അതുകൊണ്ട് അവളെക്കുറിച്ച് പറയുന്നതൊന്നും സൗമ്യക്ക് ഇഷ്ടമാകുന്നതേയില്ല. പക്ഷേ രണ്ടു വീട്ടുകാരുടെയും പ്രശ്നം സൗമ്യ മോശമായി ബാധിക്കുന്നു എന്നുള്ള കാര്യം ജീവയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജീവ നേരെ മണിക്കെടുത്തെത്തിയിട്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? 10 മണിക്ക് ഡെഡ് ബോഡി എടുക്കണം. അതിന് പ്രശ്നമില്ല. കറക്റ്റ് 10 മണിക്ക് സൗമ്യയുടെ വിവാഹവും നടക്കും. അതിന് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കും. പക്ഷെ അതിന് മണിക്ക് മറുപടിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഇളവരസിനടുത്ത് എത്തിയിട്ട് 10 മണിക്ക് സൗമ്യയുടെ വിവാഹവും നടത്തണം. ഇളവരസിക്കടുത്തെത്തിയ ജീവ, നിങ്ങളുടെ ഈഗോ കാരണം എന്ത് വലിയ പ്രശ്നമാ ഉണ്ടാകുന്നത്? സൗമ്യയുടെ വിവാഹം 10 മണിക്ക് നടത്താം. അതുപോലെ അടുത്ത വീട്ടിൽ ബോഡി എടുക്കുന്നതും 10 മണിക്കായിരിക്കും. അതിന് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇളവരസിക്ക് അതിന് മറുപടിയില്ലായിരുന്നു. തന്റെ മകളുടെ വിവാഹം എത്രയും നന്നായിട്ട് നടക്കണമെന്ന് മാത്രമായിരുന്നു ഇളവരസി പറഞ്ഞത്. എങ്കിലോക്കെ 10 മണിക്ക് വിവാഹം നടത്താമെന്നും ജീവ തീരുമാനിക്കുന്നു. അങ്ങനെ ജീവയാണെങ്കിൽ രണ്ടു വീട്ടിലും നടക്കുന്ന കാര്യങ്ങളൊന്നും പരസ്പരം അറിയാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു മറ കൊണ്ടുവന്ന് കെട്ടുന്നു. ഒരു വീട്ടിൽ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നു, മറ്റൊരിടത്ത് മരണാനന്തര ചടങ്ങ് നടത്തുവാനായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നു. പക്ഷേ സൗമ്യയാണെങ്കിലോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അവളാകെ ഡിപ്രഷനിലേക്ക് പോവുകയാണ്. തന്റെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് അവൾക്ക് വല്ലാത്ത സങ്കടം. അതേ സമയത്തായിരുന്നു സൗമ്യ അവളുടെ ചെക്കൻ ഫോൺ വിളിക്കുന്നത്. എന്താ, നീ ബിസിയാണോ? ഒരുപാട് നേരമായിട്ട് ഞാൻ വിളിക്കുന്നു, നീ കോൾ എടുക്കുന്നില്ല. അവിടെ വലിയ ആഘോഷമാണോ എന്നൊക്കെ ചോദിക്കും. ഈ പയ്യനാണെങ്കിൽ നാളത്തെ ദിവസം എന്താകുമെന്ന എക്സൈറ്റ്മെന്റ് കാരണം രാത്രി തന്നെ എഴുന്നേറ്റ് അടുത്ത ദിവസം ധരിക്കേണ്ട ഡ്രസ്സൊക്കെ എടുത്ത് ധരിച്ചു നോക്കുന്നു. എന്നിട്ടത് കൊള്ളാവോ എന്ന് ചോദിച്ച് സൗമ്യക്ക് ഫോട്ടോ അയക്കുകയാണ്. എക്സൈറ്റ്മെന്റ് കാരണം അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. എന്നാൽ സൗമ്യ മറ്റൊരു മാനസികാവസ്ഥയിൽ നിൽക്കുകയായിരുന്നല്ലോ. കൊള്ളാവോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴോ അവൾ ഒരുപാട് ദേഷ്യപ്പെടുന്നു. ഇവളെന്താ ഇങ്ങനെയെന്നൊക്കെ ആ പയ്യൻ ചിന്തിക്കും. എന്നിട്ട് അവൾ കോള് കട്ട് ചെയ്ത് കളയുന്നു. അതേ സമയത്തായിരുന്നു സൗമ്യ ഓൺസൈഡായിട്ട് പ്രണയിക്കുന്ന ഒരു പയ്യൻ അവളടുത്തേക്ക് വരുന്നത്. എന്തായാലും നിന്റെ കല്യാണം നടക്കൂല, വാ
നമുക്ക് കല്യാണം കഴിക്കാം. എൻ്റെ കയ്യിൽ താലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ താലിമാലയൊക്കെ എടുത്ത് കാണിക്കുന്നു. സൗമ്യയ്ക്കാണെങ്കിൽ ആ പയ്യനെ ഒട്ടും ഇഷ്ടമേ അല്ല. അവൻ അവളെയാണെങ്കിൽ വല്ലാതെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട് നിന്നെ ഞാൻ ഇന്ന് കൊല്ലുമെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് അവനെ കുത്തുവാനായിട്ട് അവൾ ഓടിക്കുന്നു. അവനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കാട് വഴിയെ ഓടിപ്പോവുകയാണ്. എന്നാൽ ഇതെല്ലാം വാട്ടർ ടാങ്കിന് മുകളിൽ വെള്ളമടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കാണുന്നു. അയാൾ കരുതിയത് സൗമ്യ അവളുടെ കാമുകനൊപ്പം ഒളിച്ചോടിയെന്ന്. അത് അയാൾ ആ നാട്ടിൽ മുഴുവൻ പറഞ്ഞു പരത്തി. സൗമ്യയെക്കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ ഓരോരുത്തർ ഓരോന്ന് പറയുവാനായും തുടങ്ങി. എന്നാൽ എവിടെ വെച്ചാണോ സൗമ്യ കണ്ടത് അതേ വഴിയിലേക്ക് എല്ലാവരും അവളെ അന്വേഷിച്ച കാടിനുള്ളിലേക്ക് പോകും. ഇതേ സമയം തന്നെയായിരുന്നു മൂർത്തി ഒരു പണി ഒപ്പിക്കുന്നത്. മൂർത്തി ഇത് വലിയ പ്രശ്നമാക്കുവാൻ വേണ്ടിയിട്ട് സൗമ്യയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനിക്ക് താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തി. എന്നിട്ട് സൗമ്യ ഒളിച്ചോടി പോയി എന്ന് അവരെ അറിയിക്കുകയും ചെയ്തു. അത് കേട്ടതും ആ പയ്യന് വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങി. അവൻ എന്താണ് സത്യാവസ്ഥ എന്നറിയുവാൻ വേണ്ടിയിട്ട് സൗമ്യയുടെ വീട്ടിലേക്കും പുറപ്പെട്ടു. കല്യാണ പയ്യനെ ഒറ്റയ്ക്ക് വിടണ്ടെന്ന് കരുതി അവന്റെ സഹോദരനും തന്റെ നായ്ക്കുട്ടിയും എടുത്ത് അവന് പിന്നാലെ പോകുന്നു. വീട്ടിലെത്തുന്ന സമയത്ത് എല്ലാവരും പെണ്ണിന് വേണ്ടിയിട്ട് അന്വേഷണവും നടത്തുകയാണല്ലോ. ഇതെല്ലാം കണ്ട് കല്യാണ ചെറുക്കൻ ആകെ ഭ്രാന്തെടുത്ത അവസ്ഥ. അങ്ങനെ ജീവയും ഇവർക്കൊപ്പം തിരച്ചിൽ നടത്തുകയാണല്ലോ. കാടിനുള്ളിലൂടെ സൗമ്യ അന്വേഷിക്കുന്ന സമയത്ത് മരത്തിന് മുകളിലായിട്ട് താലിയും കൊണ്ടിരിക്കുന്ന സൗമ്യയുടെ ഓൺ സൈഡ് ലവറിനെ കാണുന്നു. അവനെ പിടിച്ചിറക്കി സൗമ്യ എവിടെ നിന്ന് ചോദിക്കുന്ന സമയത്താണ് സൗമ്യ അവൻ ഓൺ സൈഡായിട്ട് പ്രണയിച്ചിരുന്നുവെന്നും ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും അവൻ തുറന്നു പറയുന്നു. സൗമ്യ അവനെ കുത്തുവാനായി ഓട്ടിച്ച സമയത്ത് അവളാണെങ്കിൽ കാല് തെന്നി അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കുഴിയിലേക്ക് വീഴുന്നു. അതൊരു വേസ്റ്റ് കുഴിയായിരുന്നു. എന്നാൽ ഈ പയ്യൻ ചെന്ന് നോക്കുന്ന സമയത്ത് സൗമ്യക്ക് ബോധമില്ലായിരുന്നു. അത് കണ്ട് പേടിച്ചാണ് താൻ മരത്തിൽ കയറി ഇരുന്നതെന്നും ആ പയ്യൻ പറയുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് ആ ഒരു കുഴിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും ആരംഭിച്ചു. അതേ സമയത്തായിരുന്നു സൗമ്യ കെട്ടാൻ പോകുന്ന പയ്യനും അവിടെയൊക്കെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്നാൽ അവരുടെ കൂടെ വന്ന നായ്ക്കുട്ടിയാണെങ്കിൽ ഒരു വലിയ കുഴി നോക്കി കുരയ്ക്കുന്നത് ആ പയ്യൻ കാണും. വന്നു നോക്കുമ്പോഴോ ബോധമില്ലാതെ കിടക്കുന്ന സൗമ്യയാണ് കണ്ടത്. എല്ലാവരും ഇവിടേക്ക് വായോ, സൗമ്യത ഈ കുഴിയിലുണ്ടെന്ന് ആ പയ്യൻ എല്ലാവരോടും വിളിച്ചു പറയും. പക്ഷെ ആരും തന്നെ അത് കേൾക്കുന്നതേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച ആ പയ്യൻ കുഴിയിലേക്ക് എടുത്തു ചാടി സൗമ്യ തട്ടി ഉണർത്തും. സൗമ്യ അവനെ കണ്ടതും കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. അവനും ഒരുപാട് സന്തോഷമായി. അങ്ങനെ രണ്ടുപേരെയും കഷ്ടപ്പെട്ട് ആ കുഴിയിൽ നിന്നും പുറത്തെടുക്കുകയാണ്. പക്ഷേ സൗമ്യക്ക് ഈ നടന്ന കാര്യങ്ങളൊന്നും അവളുടെ അച്ഛനൊന്നും അറിയത്തില്ലല്ലോ. അവൾ കാമുകനൊപ്പം ഒളിച്ചോടി പോയി എന്നാ അവരൊക്കെ കരുതിയിരിക്കുന്നതും. മാത്രവുമല്ല തന്റെ മകളുടെ വിവാഹം മുടക്കുന്നതിന് വേണ്ടിയിട്ട് മണി മനഃപൂർവ്വമായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ഇളവരസൻ ചിന്തിക്കുന്നു. ദേഷ്യമെന്ന ഇളവരസനാണെങ്കിൽ ഇനി ഇവരാരും ജീവിച്ചിരിക്കണ്ട എന്ന് കരുതി തന്റെ വീട്ടിലുണ്ടായിരുന്ന തോക്കെടുത്ത് മണിയുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് മണിയെ വെടിവെച്ച് കൊല്ലുവാനായിട്ട് മുരുങ്ങുകയാണ്. അവിടെ വെച്ച് മണിയും ഇളവരസനും തമ്മിലൊക്കെ ഒരു വലിയൊരു പിടിവലിയൊക്കെ നടക്കുന്നു. ഒടുവിൽ ആ ഒരു പിടിവലിയിൽ ഇളവരസന്റെ കൈകൊണ്ട് ഗണ്ണ് ഫയർ ചെയ്യുകയും അതിൽ നിന്നും ബുള്ളറ്റ് പുറത്തു വന്ന് അവിടെയുണ്ടായിരുന്ന അരിവാളിൽ തട്ടി നേരെ പോകുന്നത് മണിയുടെ അച്ഛന്റെ നെഞ്ചിലേക്കായിരുന്നു. നെഞ്ചിലേക്ക് ബുള്ളറ്റ് ഇറങ്ങുകയാണ്. എന്നാൽ അപ്പോഴാണ് യഥാർത്ഥത്തിൽ മണിയുടെ അച്ഛന്റെ ജീവൻ പോയത്. ബുള്ളറ്റ് നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങിയതും മണിയുടെ അച്ഛൻ നീട്ടി ഒരു ശ്വാസം വലിച്ച് അപ്പോൾ തന്നെ മരിച്ചു. സത്യത്തിൽ അച്ഛൻ മരിച്ചോ ഇല്ലയോ എന്നൊന്നും കൺഫേം ആക്കാതെയാണ് മരിച്ചു എന്ന് പറഞ്ഞ് എടുത്തു വെച്ച് കിടത്തിയിരിക്കുന്നതും. ഇത് അവരുടെ കയ്യിൽ തന്നെ പ്രശ്നമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇളവരസന്റെ കയ്യിൽ നിന്നും ഷൂട്ട് ചെയ്യപ്പെട്ടാണല്ലോ മരണപ്പെട്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ മണിയുടെ സഹോദരനാണെങ്കിൽ ഓൾറെഡി ഒരു സൈക്കോയാ. ഇളവരസനാണ് തന്റെ അച്ഛനെ കൊന്നതെന്ന് പറഞ്ഞ് ആകെ പ്രശ്നം. അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് തന്നെ നടക്കുന്നു. എന്നാൽ മണിയുടെ സഹോദരൻ വന്ന സമയത്ത് ബോംബുമായിട്ടൊക്കെയാ വന്നത്. ഇവരാണെങ്കിലോ നീ ഇനി എങ്ങനെ നിന്റെ മകളുടെ വിവാഹം ഒന്ന് നടത്തുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് മണിയുടെ സഹോദരനാണെങ്കിൽ ഇളവരസന്റെ വീട്ടിലേക്ക് ഒരു ബോംബ് എറിയുന്നു. അതോടുകൂടി വീടും തകർന്ന് തരിപ്പണമാകും. വിവാഹത്തിന് വേണ്ടിയിട്ട് കെട്ടിയിട്ടിരുന്ന മണ്ഡപവും എല്ലാം തകർന്നു പോവുകയാണ്. അങ്ങനെ ആ നാട്ടില് വലിയ കലാപം തന്നെ നടക്കുകയാണ്. ജീവ എത്ര തന്നെ തടയുവാനായി നോക്കിയിട്ടും നടക്കുന്നതേയില്ല. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന മൂർത്തി വലിയ പ്രശ്നമാവുകയാണല്ലോ എന്ന് ചിന്തിച്ച് പോലീസിനെ വിളിച്ച് വിവരം പറയുന്നു. അതേ സമയം തന്നെയായിരുന്നു മണിയുടെ സഹോദരനെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ തല്ലും. അത് കണ്ട് ദേഷ്യം വന്ന മണിയുടെ സഹോദരനാണെങ്കിൽ അവന്റെ കയ്യിലിരുന്ന ബോംബെടുത്ത് ആ പയ്യന് നേരെ എറിഞ്ഞ് അവനെ കൊല്ലുമെന്ന് തീരുമാനിക്കുന്നു. എന്നാൽ അവനാണെങ്കിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് നേരെ പോകുന്നത് ആ ഗ്രാമത്തിലുണ്ടായിരുന്ന വാട്ടർ ടാങ്കിന് മുകളിലേക്കായിരുന്നു. മണിയുടെ സഹോദരൻ പിന്നാലെ പോകുന്നുണ്ട്. അവിടെ വെച്ച് വലിയൊരു പിടിവലിയൊക്കെ നടക്കുന്ന സമയത്ത് മണിയുടെ സഹോദരന്റെ കയ്യിൽ നിന്ന് ആ ബോംബിരുന്ന സഞ്ചി തറയിലേക്ക് വീഴുന്നു. വീഴാതെ ഇവർ സൂക്ഷിച്ച കാര്യമാണ്. എന്നാൽ അത്രയും ഉയരത്തിൽ നിന്നും താഴെ വീണത് കൊണ്ട് തന്നെ ആ ഒരു ബോംബുകളെല്ലാം ബ്ലാസ്റ്റ് ആകുന്നു. അതോടുകൂടി ആ ഒരു വാട്ടർ ടാങ്ക് പൊട്ടി അതിൽ നിന്നും വെള്ളം താഴേക്ക് ഒഴുകുവാനായി തുടങ്ങി. എന്നാൽ ഒരു വെള്ളപ്പൊക്കത്തിനുള്ള വെള്ളമുണ്ടായിരുന്നു. അവിടെയുണ്ടായിരുന്ന വീടുകളൊക്കെ നശിച്ചു. മണിയുടെ വീട് നശിച്ചു, ഇളവരസന്റെ വീട് നശിച്ചു, എല്ലാം നശിച്ചു. അവസാനം എന്ത് ചെയ്യാനാ?
എല്ലാവരും വെള്ളപ്പൊക്കത്തിൽ പെട്ട ഒരവസ്ഥയായി. വെള്ളമെല്ലാം ഒഴുകി തീർന്നതിന് ശേഷം അവിടെ നിന്നും എഴുന്നേൽക്കുകയായിരുന്നു ജീവ. ജീവ മണിയെയും ഇളവരസനെയും കണ്ട് പൊട്ടിച്ചിരിക്കുവാനായി തുടങ്ങി. ഇളവരസനെ നോക്കി ജീവ ചോദിക്കും, മകളുടെ വിവാഹം ആർഭാടമായിട്ട് നടത്തണ്ടേ? എന്നിട്ട് വിവാഹം നടത്തിയോ? നേരെ മണിയെ നോക്കിയിട്ട്, അച്ഛന്റെ ഡെഡ് ബോഡി തേരിൽ കൊണ്ടുപോകണമെന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ അച്ഛന്റെ ചെളിയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ് അച്ഛനെ ചൂണ്ടിക്കാണിച്ച് ജീവ പൊട്ടിച്ചിരിക്കുന്നു. അതിനുശേഷം എല്ലാവരെയും ജീവ വഴക്ക് പറയുകയാണ്. എന്നിട്ട് ജീവ നേരെ ചെല്ലുന്നത് സൗമ്യക്കും പയ്യനും അടുത്തേക്കും. സൗമ്യ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി പോകുന്ന വഴിയിൽ വെച്ച് ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് ഇവളെ താലി കെട്ടണമെന്നും പയ്യനോട് പറയുന്നു. എന്നിട്ട് സൗമ്യയോട് പറയുന്നുണ്ട്, ഈ ഗ്രാമത്തിൽ നിന്നും നീയെങ്കിലും പോയി രക്ഷപ്പെട്. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഈ നാട്ടിലേക്ക് നീ തിരിച്ചു വരരുതെന്നും പ്രത്യേകം സൗമ്യയോട് ജീവ പറയും. എന്നാൽ സൗമ്യ പോകുന്നതിന് മുൻപ് അച്ഛനടുത്ത് എത്തിയിട്ട്, അച്ഛന് പൂർണ്ണിയെക്കുറിച്ച് എന്ത് കാര്യം അറിയാം? അവളെക്കുറിച്ച് ഇനി ആവശ്യമില്ലാതെ ഒരു കാര്യവും പറയരുത്. അവൾ മരിച്ചു കഴിഞ്ഞുവെന്നും സൗമ്യ പറയുന്നു. പൂർണ്ണിയാണ് മണിയുടെ മകൾ. മണിയുടെ മകളെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യം പറഞ്ഞു പരത്തിയത് യഥാർത്ഥത്തിൽ ഇളവരസനായിരുന്നല്ലോ. ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് സൗമ്യ അവിടെ നിന്ന് പോകുന്നത്. അതേ സമയം തന്നെയായിരുന്നു പോലീസുകാരും അവിടേക്ക് എത്തുന്നത്. നാട്ടിൽ ഇത്രയും വലിയ പ്രശ്നമുണ്ടാക്കിയതിനും മാത്രവുമല്ല, മണിയുടെ അച്ഛനെ കൊന്നു എന്ന പേരിലും ഇളവരസനെയും മണിയെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ജീവയാണെങ്കിൽ ആ ഒരു വേഷത്തിൽ തന്നെ തന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ദേഹം മുഴുവൻ മണ്ണും ചെളിയും ഒക്കെയായിരുന്നു. വീട്ടിലെത്തുന്ന സമയത്ത് ജീവയ്ക്ക് ഒരു വലിയ സർപ്രൈസ് ഉണ്ടായിരുന്നു. ജീവയ്ക്ക് വേണ്ടിയിട്ട് അമ്മ ഒരു പെണ്ണ് കണ്ടു വെച്ചിരിക്കുകയായിരുന്നു. പെണ്ണിന്റെ വീട്ടുകാരാണെങ്കിൽ പയ്യന്റെ വീട് കാണുവാനായിട്ട് എത്തിയ സമയമായിരുന്നു അത്. പെണ്ണിനെ കണ്ടതും ജീവയ്ക്കും ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. അത്രയ്ക്കും സുന്ദരിയായിരുന്നു ആ പെൺകുട്ടി. എന്നാൽ അവളെ ഈ കോലത്തിലാണല്ലോ താൻ കണ്ടത് എന്നൊരു ടെൻഷനും ജീവയ്ക്കുണ്ട്. ജീവ ഉടനെ തന്നെ താൻ ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ ചെന്ന് പൈപ്പ് തുറക്കുന്ന സമയത്ത് പൈപ്പിൽ നിന്നും വെള്ളം വരുന്നതേയില്ല. കാരണം ആ ഗ്രാമത്തിലേക്ക് മുഴുവൻ വെള്ളം എത്തിക്കുന്ന വാട്ടർ ടാങ്കാണല്ലോ പൊട്ടി തെറിച്ചിരിക്കുന്നതും. അതോടുകൂടി ഗ്രാമത്തിൽ മുഴുവൻ കുടിവെള്ളമില്ലാതായി. നീ എന്ത് പ്രസിഡന്റാ, വെള്ളം പോലും വീട്ടിലേക്ക് എത്തുന്നില്ല എന്നൊക്കെ അമ്മ പറയുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ജീവയെ കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.